ആദിവാസി സമൂഹത്തോളം കാടിനെ അറിയുന്ന മറ്റാരുമില്ലെന്നും ഈ അറിവ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും വനപരിപാലനത്തിനും ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ കുമളിയിൽ മുടങ്ങിപ്പോയ ടൈഗർ മ്യൂസിയം പുനരുദ്ധീകരിക്കുന്നതിന് 20 കോടി ഉൾപ്പെടെ ഇക്കോ ടൂറിസം വികസനത്തിന് 50 കോടിയുടെ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുന്നതിനായി വനംവകുപ്പ് ആവിഷ്കരിച്ച ഊരുണർവ് പദ്ധതിയുടെ ഭാഗമായി മന്നാൻ പളിയ ഊരുകളിലും മന്ത്രി സന്ദർശനം നടത്തി. 117 കോടി രൂപ നിലമ്പൂരിന്റെ പ്രോജക്റ്റ് തന്നു. എന്നാൽ അതിനുശേഷം കുമളിയിലെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടി ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ സാധിച്ചാൽ, ഇന്നലെ കാണിച്ച ഞങ്ങൾക്ക് കിട്ടിയ പ്രസന്റേഷൻ നടപ്പിലാക്കാൻ സാധിച്ചാൽ കുമളി മറ്റൊരു തലത്തിലേക്ക് മാറുന്നതായിരിക്കുമെന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. സമഗ്ര പാക്കേജിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഗോത്രവിഭാഗങ്ങളുടെ വരുമാന വർധനവ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. അന്നേരം എല്ലാവരുടെയും സഹകരണം ഇത്രയും നേരം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് സാധ്യമായി. എല്ലാവരോടും ഈ സമയം ചെലവഴിക്കാനുള്ളതിൽ ഇടയായാലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ടൂറിസവുമായി ബന്ധപ്പെടുത്തി ആദിവാസി സമൂഹത്തിന് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്ന വിധത്തിലായിരിക്കും പദ്ധതി ആവിഷ്കരിക്കുക. പരമ്പരാഗത അറിവുകൾ ആദിവാസി സമൂഹത്തിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. വനവുമായും വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയുമായും ബന്ധപ്പെട്ട് ആദിവാസി സമൂഹത്തിലെ യുവജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പാക്കും. ഓരോ ഊരും സന്ദർശിച്ച് വ്യത്യസ്തമായ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം തേടുക എന്നതാണ് സർക്കാർ നയം. മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള വൈൽഡ് ലൈഫ് ബോർഡിൽ ആദ്യമായി ആദിവാസി സമൂഹത്തിൽ നിന്ന് മന്നാൻ സമൂഹത്തിലെ രാജാവ് രാമൻ രാജമന്നാൻ, നിലമ്പൂർ ചോലനായ്ക്ക സമൂഹത്തിലെ വിനോദ് എന്നിവരെ ഉൾപ്പെടുത്തിയ വിവരവും മന്ത്രി അറിയിച്ചു. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ്, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M വർഗീസ്, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ PP പ്രമോദ്, DFO ലക്ഷ്മി, വിവിധ EDC പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗോത്രവർഗ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടത്തുന്ന ടൂറിസം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വലിയ അളവിൽ ഉപജീവനത്തിന് വഴിയൊരുക്കി. നിലവിൽ 164 കുടുംബങ്ങളിലായി 450 പേർ പളിയ ഊരുകളിലും 357 കുടുംബങ്ങളിലായി 1266 പേർ മന്നാൻ ഊരുകളിലും താമസിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമളി.